ഈ സ്പെക്ട്രം എടുത്ത് നോക്കിയാൽ ഇത് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതാണ്. ലിസണിങ് സ്കില്ലും സംസാരിക്കാനുള്ള സ്കില്ലും സൊസൈറ്റിയിൽ ജീവിച്ചാൽ മനസ്സിലാവും. അതിന് പ്രത്യേകം എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല. ഏതൊരു വ്യക്തിയും ചെയ്യുന്നത് കേൾക്കുന്ന സൗണ്ടും കാണുന്ന ഇമേജും കൂടി കണക്ട് ചെയ്തിട്ട് ഈ സൗണ്ട് ഇതാണെന്ന് മനസ്സിലാക്കി അവസാനം ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താൽ ആ ആശയം, ആ ഇമേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ ലെറ്റേഴ്സ് നമ്മൾ പഠിക്കണം. ലെറ്റേഴ്സ് കണക്ട് ചെയ്തിട്ട് വേർഡ്സ് ആക്കാൻ പഠിക്കണം. വേർഡ്സ് കണക്ട് ചെയ്ത് ഫ്രേസ് സെന്റൻസ് ആവും. ആ സെന്റൻസ് വായിച്ചാൽ മനസ്സിലാവണം. അത്രേ ഉള്ളൂ. വായിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ലാംഗ്വേജ് അറിയാം. ഈ ലെറ്റേഴ്സും വേർഡ്സും മാത്രം ഉണ്ടാക്കാൻ പഠിച്ചാൽ മതി. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ലാംഗ്വേജ് അറിയുന്നതുകൊണ്ട് തന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വെരി ഈസി. വായിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ പിന്നെ എഴുതാൻ വളരെ ഈസി ആയിരിക്കും. ഈ സ്പെക്ട്രം എടുത്ത് നോക്കിയാൽ ഇത് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതാണ്. ലാംഗ്വേജ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. ആ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതാണ് സ്പീക്കിംഗ്, റൈറ്റിംഗ്. ഇത് ലാംഗ്വേജ് പുറത്തോട്ട് കൊടുക്കുന്നതാണ്. പ്രൊഡ്യൂസ് ചെയ്യാണ് ലാംഗ്വേജ് ആയാലും അറിവായാലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. അക്വയർ ചെയ്യാതെ ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരുപാട് കേട്ടാലാണ് നമുക്ക് പറയാൻ കഴിയുക. ഒരുപാട് വായിച്ചാലാണ് എഴുതാൻ കഴിയുക. ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കേൾക്കുക. സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാം. റീഡിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വായിക്കാം. റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എഴുതുക. ഇതാണ് ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വേ. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വളരെ എഫക്റ്റീവ് ആണ്. ഇത് കിഡ്സിൻ്റെ എഡ്യൂക്കേഷനിൽ ഇത് അപ്ലൈ ചെയ്യാം. ആദ്യം തന്നെ പോയിട്ട് ഭാഷ പഠിപ്പിക്കാതെ അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കാതെ നേരെ ലെറ്റേഴ്സിലേക്കും എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സംവിധാനമുണ്ട്. ആദ്യം കേൾക്കാനും പറയാനും പഠിക്കണം. അതിനുശേഷം മാത്രമാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷനിലേക്ക് വരേണ്ടത്. അങ്ങനെ വന്നാൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാവും. ഇപ്പോൾ കിഡ്സിൻ്റെ എഡ്യൂക്കേഷനിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ സ്പോക്കൺ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാണ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ട്രൈ ചെയ്യാണ്. അത് ട്രൈ ചെയ്യുമ്പോൾ ഈ സെയിം മെത്തേഡ് ഉപയോഗിക്കാം. വളരെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ കഴിയും. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചതും അങ്ങനെ തന്നെ. കേൾക്കാൻ വേണ്ടി ഒരുപാട് കേട്ടു, പറയാൻ വേണ്ടി ഒരുപാട് പറഞ്ഞു, വായിക്കാൻ റീഡിങ് എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, സ്പീഡും കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വായിച്ചു. റൈറ്റിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റൈറ്റ് ചെയ്തു. ഇതെങ്ങനെ എക്സാക്ട്ലി ചെയ്യാം എന്നുള്ളത് ഫ്യൂച്ചർ വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് അബ്സല്യൂട്ട്ലി വർക്കിംഗ് ആണ്, എഫക്റ്റീവ് ആണ്. നമ്മൾ ടൈമും എനർജിയും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക.